ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേവൂസ് ഡ്രീം വേൾഡ്. സോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് അത്രയും സ്പെഷ്യൽ ആയിട്ടൊരു വ്ളോഗാണ്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ അത്ര എക്സൈറ്റഡും അത്രയും വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. ഞങ്ങൾ പുതിയ ഒരു വീട് വെച്ച്, അപ്പോൾ ആ ഒരു വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒത്തിരി വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒരു സ്പേഷ്യസ്, അത്യാവശ്യം സ്പേഷ്യസ് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് വേണം എന്നുള്ളത് മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സ്വന്തം വീട് തന്നെയാണ്. പക്ഷേ അതിന് സൗകര്യങ്ങളുടെയൊക്കെ കുറച്ച് കുറവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു ഇച്ചിരി സൗകര്യം സ്പേസ് ആയിട്ടുള്ളൊക്കെ വീട് വേണം എന്നുള്ളത്. ഇതാണ് നമ്മുടെ വീട്ടു പേര്, ദേവമാധവം എന്നാണ് കേട്ടോ പേര് അമ്മ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഈ ഒരു വീട് ഇത്രയും ഇതാക്കുന്നതിന് ഏറ്റവും ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അമ്മ തന്നെയാണ്. പിന്നെ അച്ഛനും എല്ലാത്തിനും കൂടെ അമ്മയുടെ ആ ഒരു ഡ്രീം കം ട്രൂ ആക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്നു. ഞങ്ങളുടെ എല്ലാവർക്കും കൊണ്ട് പറ്റുന്ന രീതിക്ക് നിന്നു. സോ 10 to 10:30 ആയിരുന്നു നമ്മുടെ ഈ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് തൊട്ട് പുറകിലൊരു വീട് മുന്നത്തെ ആ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എൻ്റെ ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇപ്പോൾ ഞാനും ചേച്ചിയും ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരിക്കുകയാണ്. മുന്നേ അവിടെ ചേച്ചി ചേട്ടനും കുഞ്ഞും കൂടെയാണ് താമസം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുണ്ട്. സോ അവളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നീട് ഇങ്ങനെ ഒരു നെയ്ബേഴ്സ് ആയിട്ടൊക്കെ വരുന്നുള്ളതൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോ അങ്ങനെ ഞങ്ങൾ നെയ്ബേഴ്സ് ആയാലാണ് ഞാനും ചേച്ചിയും ഏറ്റവും എക്സൈറ്റഡ് കേട്ടോ. നമുക്ക് രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇച്ചിരി തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. പറ്റുന്ന പോലെയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് തട്ടിക്കൂട്ടിയിട്ടുള്ളത് ഗൈസ്. കാരണം എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തിരക്കായിരുന്നു. അതിനുശേഷം വിളക്ക് അമ്മയാണ് കേട്ടോ വാങ്ങുന്നത്. പിന്നെ ഈ ഒരു കുടം വെള്ളം അമ്മൂമ്മ, പിന്നെ പാല് കാച്ചാനുള്ള പാല് വെച്ചിട്ടുള്ള കുടം അത് ഞാനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പണപ്പെട്ടി എടുക്കുന്നത് അച്ഛൻ. പിന്നെ ഈ ഒരു പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു മുറം എടുക്കുന്നത് അച്ഛമ്മയാണ്. ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് ബാക്കിലൊരു വീട് കാണുന്നില്ലേ, അതാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ വീടെന്ന് പറയുന്നത്. തലേ ദിവസം ഞങ്ങൾക്ക് ലക്ഷ്മി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതാണ് ഞങ്ങളുടെ ഈ അവസാനത്തെ പൂജയും കാര്യങ്ങളെന്ന് പറയുന്നത്. ഞങ്ങളുടെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ഒക്കെ രാവിലെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വൈകുന്നേരമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ആ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലേക്ക് വലുതുകാലി വെച്ച് എല്ലാവരും വീട്ടിലേക്ക് നടന്ന് കയറുകയാണ്. അങ്ങനെ ഈ ഒരു വിളക്കും കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഈ ഒരു കന്നിമൂലയിൽ ഒരു മുറിയുണ്ട്. അപ്പോൾ അവിടെയാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചത്. ബാക്കി സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പാല് കാച്ചാനുള്ള ഈ ഒരു കുടം ഞാൻ ഇവിടെ അടുപ്പൊരുക്കിയിട്ടുണ്ട്, ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയും അമ്മൂമ്മയും കൂടെ ഉള്ള ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ അവിടെ അച്ഛൻ്റെ ഫ്രണ്ടിന് വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ആ അങ്കിൾ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്കിളും അങ്ങളുടെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, സൗമ്യ ചേച്ചി. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അമ്മു ചേച്ചിയും. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വിഷ്ണുണ്ട്. പിന്നെ അവരുടെ കുഞ്ഞ് നീലു ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബാക്കി വല്യമ്മ, വലിയച്ഛൻ, അങ്ങനെ റിലേറ്റീവ്സ്. പിന്നെ നമ്മുടെ പഴയ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞങ്ങളുടെ കുറച്ച് നെയ്ബേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമാണ് ഉണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മുടെ വീട്. ഒറ്റ നിലയാണ് കേട്ടോ വീട് വരുന്നത്. ഇങ്ങനെ ഒരു വിശാലമായ സിറ്റ് ഔട്ടൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ പഴയ വീടിന് സിറ്റ് ഔട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഇതാണ് ലീവിങ് ഏരിയ വരുന്നത്. ഇതാണ് TV യൂണിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും നമ്മളൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. 3 റൂമാണ് വരുന്നത്. 3 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളുമാണ്. മുകളിൽ റൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ. അമ്മയ്ക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്പേസ് കിച്ചണാണ്. കാരണം നല്ല അടിപൊളി കബോർഡ്സും കാര്യങ്ങളും, പിന്നെ അത്യാവശ്യം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. നിങ്ങളുടെ പഴയ വീടിന് അങ്ങനെ അത്ര സ്പേസ് ഉള്ള കിച്ചണൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഇതാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ റൂം. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ റൂമാണ് കേട്ടോ. കാരണം ഞാൻ അത്രയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്ത എൻ്റെ റൂമാണ്. ഞാൻ ഇവിടുത്തെ ഈ ഒരു വാനിറ്റി ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലുകാച്ചിന് വന്നവരൊക്കെ ആ ഒരു വാനിറ്റി ടേബിൾ കണ്ടപ്പോഴേ കറക്റ്റ് പറഞ്ഞു ഇത് എൻ്റെ മുറിയാണെന്ന്. പിന്നെ ഞങ്ങൾ മുകളിൽ എല്ലാവർക്കും ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ വല്യമ്മയുടെ മോനാണ് കേട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതാണ് ചേച്ചിയുടെ ഫ്രണ്ട്, ആളുടെ ഹസ്ബൻഡ്.
ഇതായിരുന്നു രാത്രിയിൽ നമ്മുടെ വീടിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നിറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഈ ഒരു വീട് സെറ്റ് ചെയ്ത് തന്നത് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്ന അഭിനവം കൺസ്ട്രക്ഷൻസിലെ അരുൺ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. ഈ ചേട്ടനാണ് നമുക്ക് വീട് സെറ്റ് ചെയ്യുന്ന ചേട്ടൻ. മാക്സിമം നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റ്സും കേട്ടിട്ട് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് ചെയ്ത് തന്നിട്ടുള്ളത്. സോ അഭിനവം കൺസ്ട്രക്ഷൻസിൻ്റെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ദെൻ ഞങ്ങൾ മൂന്നൊരുങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ കൊച്ചനൊക്കെയാണ്. അതിനുശേഷം പാലയാച്ചും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് പൊട്ടിക്കൽ എന്നുള്ള ആ ഒരു കർമ്മത്തിലേക്ക് കടന്നു. ഗിഫ്റ്റ് പൊട്ടിക്കുന്നത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കുഞ്ഞും ചേച്ചിയുടെ കുഞ്ഞും കൂടി അവർക്ക് പൊട്ടിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ പിള്ളേർക്ക് പൊട്ടിക്കാൻ അങ്ങ് വിട്ടു കൊടുത്തു. ബേസ് നമ്മൾ വലിയവർ അങ്ങനെ ഒതുങ്ങി കൊടുത്തു. ഇതാണ് ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാട്ടോ, നീലു എന്നാ പേര്. അവളുടെ ഒഫീഷ്യൽ നെയിം നക്ഷത്ര കേട്ടോ, നക്ഷത്ര എന്നാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളും പൊട്ടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വന്നവരെല്ലാവരും നല്ല ഗിഫ്റ്റ്സ് ഒക്കെ തന്നു. കുറച്ച് ഈ ഒരു ജ്യൂസ്, കപ്പ് സെറ്റ്, ഫോട്ടോ ഫ്രെയിംസ്, ക്ലോക്ക്, അങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെയാണ് കിട്ടിയത്. സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു ബ്ലോഗിനകത്ത്. എനിക്ക് ഇത്രയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബൈ.